ടു കോമേഴ്സ് ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമായിരിക്കുമല്ലേ ഇത്. അപ്പോൾ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ കാണുക. അതുപോലെ തന്നെ എക്സാം ടൈമിൽ, അതായത് എക്സാം ഹാളിൽ നിങ്ങൾ വരുത്തുന്ന കുറേയേറെ മിസ്റ്റേക്കുകൾ ഉണ്ട് അല്ലേ. നിങ്ങൾ നോക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, ഈച്ച് ആൻഡ് എവറി ടോപ്പിക് കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടാവുക. അപ്പോൾ എക്സാമിന് മുമ്പേ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷനിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങൾക്കറിയാം. എല്ലാ കാര്യങ്ങളും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും എക്സാം ഹാളിൽ പോകുന്നുണ്ടാവുക. പക്ഷേ മാർക്ക് വരുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഫ്രണ്ട്സിന്, അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒന്നും അറിയാത്ത ഫ്രണ്ട്സിന് നല്ല മാർക്ക് വരുന്നുണ്ടാവും. പക്ഷേ നമുക്ക് അത്രത്തോളം മാർക്ക് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അവസാന നിമിഷം കലമുടയ്ക്കാന്ന് പറയാം അല്ലെ. അതുപോലെ എക്സാമിന് നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാം ഹാളിലാണ് നമ്മൾ ആ കലമുടയ്ക്കുന്നത്. നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഇപ്പോൾ ഉള്ള പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം ആദ്യം തന്നെ നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷനോ ഇൻട്രസ്റ്റോ ഒന്നും കാണില്ല. അപ്പൊ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, എപ്പോഴും വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം ഹാളിൽ നമ്മുടെ ടൈം മാനേജ് ചെയ്യാനുള്ള അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്, ഏതൊക്കെ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും അല്ലെ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഓരോ കോൺസെപ്റ്റിൽ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക, എത്ര മാർക്ക് വരെയുള്ള, മാക്സിമം എത്ര മാർക്ക് വരും, എത്ര മാർക്കിനാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന് കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു 2 ദിവസം മുന്നേ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എക്സാമിനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പം ചില ക്വസ്റ്റ്യൻസ് 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. എക്സാമ്പിൾ ഏതാ? ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. അപ്പം ചില കുട്ടികൾ 5 മാർക്കിനും നിങ്ങൾ ലിമിറ്റേഷൻ 5 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. 5 പോയിന്റ്സ് നിങ്ങൾ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് വെറും 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ 5 മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് അവിടെ 2 മാർക്കാണ് അല്ലെ. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് 5 മാർക്കിന് എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം അവിടെ നഷ്ടമാകുന്നത് അല്ലെ. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള ആൻസർ മാത്രം കൊടുത്താൽ മതി. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, 2 പോയിന്റ്സ് മാത്രം എഴുതി എനിക്ക് മാർക്ക് കിട്ടുമോ അല്ലെ, എന്താ കുറച്ചുകൂടി എഴുതണോ എന്നുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി 2 മാർക്ക് എനിക്ക് കിട്ടണം, ഞാൻ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ എനിക്ക് കിട്ടണം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി 2 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 3 പോയിന്റ്സ് എഴുതാം. 4 മാർക്കാണെങ്കിൽ 4 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ആ ടൈം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇത്രയും സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ് 4 മാർക്ക് മുതൽ 8 മാർക്ക് വരെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമുക്കറിയാം, 4 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ലെങ്തി പ്രോസസ്സാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പം 4 മാർക്കിന് ചോദിക്കുമ്പോൾ എല്ലാ പ്രോസസ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ഇപ്പൊ 5 മാർക്കിന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. നമുക്ക് സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ
ഫുൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. 4 മാർക്കിനും ചോദിച്ച് നമ്മൾ 8 മാർക്കിനുള്ളത് എഴുതി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന മാർക്ക് 4 ആണ്. ഓക്കെ, 8 മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവിടെ എന്താണ്, ടൈം നഷ്ടപ്പെടാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സ് മൊത്തമായിട്ട് 8 മാർക്കിന് ചോദിക്കാം. ചിലപ്പം സെലക്ഷൻ മാത്രം ചോദിക്കും. ചില സമയത്ത് എന്താണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ചോദിക്കും. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ചോദിക്കും. അപ്പൊ എന്താ, ഇതിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും സ്റ്റാഫിംഗ് പ്രോസസ്സ് മൊത്തം എഴുതി വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. സ്റ്റാഫിംഗ് പ്രോസസ്സ് 8 മാർക്കിന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എല്ലാ പ്രോസസ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടത്. റിക്രൂട്ട്മെന്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിനാണെങ്കിൽ 4 മാർക്കിന് എഴുതുക, 8 മാർക്കിനാണെങ്കിൽ 8 മാർക്കിന് എഴുതുക. എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുക, അല്ലെ? എക്സാമിന് പോകുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു ഐഡിയ കിട്ടും, എവിടെ നിന്നൊക്കെയാണ് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ തന്നെ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം, അല്ലെ? 8 മാർക്കാണ്, 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു മിനിറ്റ് പോലും എടുക്കാതെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ വളരെ വലിയ പാരഗ്രാഫ് ആക്കി എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ നമുക്ക് 2 മാർക്ക് മാത്രമാണ് കിട്ടുന്നത്. പിന്നെ വരുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനുള്ള ടൈമാണ് നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഡിസ്ക്രൈബ് ദ ടേം പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ് പ്രിമൈസസ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്ലാനിങ് പ്രോസസ്സ് എഴുതേണ്ട കാര്യമില്ല. ആ രണ്ടാമത്തെ പ്രോസസ്സ് ആയിട്ടുള്ള പ്ലാനിങ് പ്രിമൈസ് എന്താന്ന് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി എന്താണ്, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെ? അപ്പൊ 2 മാർക്കിനേക്കാളും കുറച്ചും കൂടി എഴുതേണ്ടി വരും. എന്താണ്, ഡിസ്ക്രൈബ് എനി 2 സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് സ്യൂട്ടബിൾ ഫോർ എ ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഒരു പുതിയ ടെക്സ്റ്റൈൽ ഷോപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ 2 സോഴ്സസ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്താ, നമ്മൾ 2 രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് പഠിച്ചിട്ടുണ്ട്, ഇന്റേണലും അതുപോലെ തന്നെ എക്സ്റ്റേണലും. ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫ്സ് ഒന്നുമില്ല. അപ്പൊ അവിടെ എന്തില്ല, ഇന്റേണൽ സോഴ്സസ് ഇല്ല, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇന്റേണൽ സോഴ്സസ് അല്ല എക്സ്റ്റേണൽ സോഴ്സസ് ആണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ 1 മാർക്കായി. അതുപോലെ തന്നെ ഏതെങ്കിലും, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെ? കണ്ടുപിടിക്കുന്നതിനാണ് 1 മാർക്ക് അവിടെ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. 2 സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് മാത്രമാണ് എഴുതാൻ പറഞ്ഞത്, 3 മാർക്കാണ് ഇവിടെ വരുന്നത്. അപ്പൊ 1 മാർക്ക് എങ്ങനെയാണ് വരുന്നത്, ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതാണ്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. 1 മാർക്ക് കിട്ടിയോ? കിട്ടി. ഇനി 2 ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ സോഴ്സസ് എഴുതാന്ന് എഴുതി കഴിഞ്ഞാൽ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 3 മാർക്ക്, 2 മാർക്കും കൂടി കൂട്ടി ടോട്ടൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെ? ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ പഠന രീതി, നിങ്ങളുടെ പ്രിപ്പറേഷൻ രീതി ഒന്ന് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. പിന്നെ 2 മാർക്കായിരിക്കും ഇങ്ങനെയുള്ള 3 മാർക്കിനും 4 മാർക്കിനൊക്കെ വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി വരുന്നത് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? ഒന്ന് നോക്കിക്കേ. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇൻ 1 or 2 സെന്റൻസ്. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, 1 അല്ലെങ്കിൽ 2 സെന്റൻസിൽ മാത്രം എഴുതുക. കാരണം എന്താ, 4 എണ്ണമാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. 4ലും ഓരോരോ മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഫസ്റ്റ് 1 ഒരു 4 മാർക്കിന് എഴുതി, ബാക്കിയൊക്കെ വളരെ കുറച്ചാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. പക്ഷെ ഓരോന്നും 1 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും. 4 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ കുറച്ചുകൂടി എഴുതേണ്ടതായിട്ടുണ്ട്, അല്ലെ? കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള മാച്ച് ദി ഫോളോയിങ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പെട്ടെന്ന് 5 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് 5 മാർക്ക് പോകാനും കാരണമാകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി, അല്ലെ? അപ്പൊ ഇത് നമുക്ക് അറിയാം, നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അറിയുന്ന മാച്ച് ദി ഫോളോയിങ് മാത്രമേ നിങ്ങൾ കൈവെക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്ത്
ആ ടൈം കൂടി നമുക്ക് essay മാർക്കിന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ essay മാർക്ക് ക്വസ്റ്റ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും നിങ്ങൾക്കറിയാവുന്ന 2 ഓപ്ഷൻസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഒന്ന് നോക്കിക്കേ, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അറിയാം അല്ലെ, essay ക്വസ്റ്റ്യന് കൂടുതലായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം essay ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ essay ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാം. ക്ലിയർ? അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇപ്പം ഇവിടെ essay ക്വസ്റ്റ്യൻ 2 essay എഴുതി, ഇനിയിപ്പോൾ ഷോർട്ട് essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എത്ര എണ്ണം എഴുതണം? 3 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ആൻസർ ഇനി 3. ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അടുത്ത ഓപ്ഷൻ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും നല്ലതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. എത്ര എണ്ണം നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നു അതിൽ നമുക്ക് മാർക്ക് മേടിക്കാം, പക്ഷെ അല്ലാതെ കൂടുതൽ ടൈം നിങ്ങൾ അതിൽ വേസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെയാണ് എക്സാം ഹാളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ എക്സാം ടിപ്സും അതുപോലെ തന്നെ ടെക്നിക്സുകളും കോഡ് ഭാഷകളൊക്കെ ഉപയോഗിച്ച് കൊമേഴ്സ് പഠനം ഈസി ആക്കാൻ ട്രിപ്പിൾ ഐ+2 കൊമേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.